Marhaban, ahlan wa sahlan ila qanati al-Ustad. Dear friends, welcome to Ustad YouTube channel. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലെ അറബിക്കിലെ 6ാമത്തെ യൂണിറ്റാണ്. അൽ വഹദത്തു സാദിസ, 6ാമത്തെ യൂണിറ്റ്. യൂണിറ്റിൻ്റെ പേര് നഖൂമു ബിൽ ഖിസ്ത്. നഖൂമു ബിൽ ഖിസ്ത്. നഖൂമു ബി, ഖാമ ബി എന്നാൽ എന്താണ്? നിർവഹിച്ചു എന്നാണ്. നഖൂമു ബി, നമ്മൾ നിർവഹിക്കുന്നു. അൽ ഖിസ്ത്, നീതി. വി ആക്ട് ജസ്റ്റ്ലി, നമ്മൾ നീതിയോടെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നീതി നിർവഹിക്കുന്നു. ഇതാണ് ഈ യൂണിറ്റിൻ്റെ തലക്കെട്ട്, അതിൻ്റെ ടൈറ്റിൽ അതാണ്. ഈ യൂണിറ്റിൽ 2 ചാപ്റ്ററുകളുണ്ട്. ഒന്ന് ഖമീസുൽ ഖലീഫ, രണ്ടാമത്തെ എന്താണ്? സൈനബ് തബ്തസിമു. ഖമീസുൽ ഖലീഫ, ഖമീസ് എന്നാൽ എന്താണ്? ഖമീസ് എന്നാൽ ഷർട്ട്, അല്ലേ? ഷർട്ടാണ്. അൽ ഖലീഫ, ഖലീഫയുടെ ഷർട്ട്, അതാണ് 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. ഇതെന്താണ്? ഖിസ്വത്തുൻ, ഇതൊരു കഥയാണ്. താരീഖിയ, ചരിത്ര, ഹിസ്റ്റോറിക്കൽ സ്റ്റോറിയാണ്. ഭാവനയിൽ എഴുതിയുണ്ടാക്കിയ ഒരു കഥയല്ല, ചരിത്രത്തിൽ സംഭവിച്ച ഒരു കഥയാണ്, ഒരു സംഭവമാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഖമീസുൽ ഖലീഫ. രണ്ടാമത്തെ നമുക്ക് സൈനബ് തബ്തസിമു. സൈനബ് തബ്തസിമു എന്നാൽ സൈനബ് പുഞ്ചിരിക്കുന്നു. തബ്തസിമു, പുഞ്ചിരിക്കുന്നു. അത് ഒരു ഖിസ്വയാണ്, ഒരു കഥയാണ്. സൈനബ് സ്മൈൽസ്, ദാറ്റ്സ് എ സ്റ്റോറി. ഓക്കെ, അടുത്ത പേജിൽ ഇങ്ങനെ കാണാം. നുലാഹിലു വനതഹദ്ദസു. നുലാഹിലു, നമുക്കിത് ശ്രദ്ധിക്കാം. വനതഹദ്ദസു, നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ലെറ്റ് us ഒബ്സർവ് ദിസ് പിക്ചർ ആൻഡ് സേ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഒരു ഭാഗത്ത് കുറേ മനുഷ്യരുണ്ട്, മറ്റേ ഭാഗത്തോ നിയമങ്ങളുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും നീതി ലഭ്യമാക്കുക എന്നതാണ് ഈ ചിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഒരു തുലാസാണിത്, ഒരു ത്രാസ്. ഈ ത്രാസിനെ സംബന്ധിച്ചിടത്തോളം ത്രാസ് എന്നത് കൃത്യമായും നീതിപൂർവവും അളന്നു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണല്ലോ ത്രാസ് എന്നത്. അപ്പോൾ അത് നീതിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഇങ്ങനെ പറയാം. അൽ അദാലത്തു അംറുൻ ലറൂരിയുൻ ലിസ്സലാമത്തി. അൽ അദാലത്തു, നീതി, ജസ്റ്റിസ്. അംറുൻ, കാര്യമാണ്. ലറൂരിയുൻ, അത്യാവശ്യമായ അല്ലെങ്കിൽ നിർബന്ധമായ ഒരു കാര്യമാണ്. ലിസ്സലാമത്തി, സമാധാനത്തിന്. സമാധാനം ഉണ്ടാവണമെങ്കിൽ നീതി ഉണ്ടാവണം. കുല്ലുൻ യസ്തഹിഖുൽ അദാല. കുല്ലുൻ, എല്ലാവരും. യസ്തഹിഖു, എല്ലാവരും അർഹിക്കുന്നു. അൽ അദാല, നീതി. എല്ലാവർക്കും നീതി കിട്ടണം, എല്ലാവരും നീതി അർഹിക്കുന്നുണ്ട്. കുല്ലുൻ സവാ. കുല്ലുൻ, എല്ലാവരും. സവാഉൻ, തുല്യരാണ്. ഫി ഐനി, കണ്ണിൽ. അൽ അദിലി, നീതിയുടെ കണ്ണിൽ എല്ലാവരും തുല്യരാണ്. ഇതൊക്കെ ഈ ചിത്രം നോക്കിയിട്ട് നമുക്ക് ഇത്തരം കമൻറ്റുകൾ എഴുതാം. ഇനിയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. ഖമീസുൽ ഖലീഫ. ഖമീസ്, ഷർട്ട്. അൽ ഖലീഫ, ഖലീഫയുടെ. ദ ഖലീഫാസ് ഷർട്ട്, ഖലീഫയുടെ കുപ്പായം. ജാഅത് അഖ്മിശത്തുൻ ഇലൽ ഖലീഫത്തി ഉമർ ബിൻ ഖത്താബ് മിനൽ യമൻ. ജാഅത്, വന്നു. അഖ്മിശത്തുൻ, കുറേ വസ്ത്രങ്ങൾ വന്നു. ഇലൽ ഖലീഫത്തി, ഖലീഫയുടെ അടുത്തേക്ക്. ഖലീഫയുടെ പേരെന്താ? ഉമർ ബിൻ ഖത്താബ്. മിനൽ യമൻ, യമനിൽ നിന്ന്. യമനിൽ നിന്ന് ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലേക്ക് കുറേ വസ്ത്രങ്ങൾ വന്നു. അപ്പോൾ വസ്ത്രങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ അവ സ്വയം നടന്നു വന്നാണോ? അല്ല, അവ ആരോ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ജാഅത്ത് അഖ്മിശത്തുൻ, വസ്ത്രങ്ങൾ വന്നു എന്നതിനെ ഫാബ്രിക്സ് വേർ ബ്രോട്ട്, വസ്ത്രങ്ങൾ കൊണ്ടുവന്നു, അങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നല്ലത്. ഫാബ്രിക്സ് വേർ ബ്രോട്ട് ടു ഖലീഫ ഉമർ ബിൻ ഖത്താബ് ഫ്രം യമൻ, യമനിൽ നിന്ന്. അഅ്ത്വാ, കൊടുത്തു. ഹി ഗേവ്. കുല്ല വാഹിദിൻ, ഓരോരുത്തനും. ഫോർ എവരി വൺ. കുല്ല് എന്ന് പറഞ്ഞാൽ എല്ലാ, എവരി. വാഹിദ് എന്ന് പറഞ്ഞാൽ വൺ, എവരി വൺ. മിൻ റഅയ്യതിഹി, റഅയ്യത്ത് എന്നാൽ പ്രജ എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് എന്ന് പറയും. എന്താണ് പ്രജ?
ഒരു രാജാവ് ഭരിക്കുന്ന രാജ്യത്തെ ജനങ്ങളെയാണ് അദ്ദേഹത്തിൻ്റെ പ്രജകൾ എന്ന് പറയാം. നമ്മുടെ രാജ്യത്തെ ഒരു രാജാവല്ല ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ പൗരന്മാർ എന്നാണ് വിളിക്കുക. ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ പൗരന്മാരാണ്. എന്നാൽ ഒരു രാജാവ് ഭരിക്കുന്ന രാജ്യത്തെ ജനങ്ങളെ റഅയത്ത് അഥവാ പ്രജകൾ എന്നാണ് പറയാം. റഅയത്തിഹി, ഹി എന്നാൽ അദ്ദേഹത്തിൻ്റെ, മിൻ റഅയത്തിഹി അദ്ദേഹത്തിൻ്റെ പ്രജകളിൽപ്പെട്ട, അദ്ദേഹത്തിൻ്റെ പ്രജകളിൽപ്പെട്ട ഓരോരുത്തനും അദ്ദേഹം കൊടുത്തു. ഹി ഗേവ് ഈച്ച് ഓഫ് ഹിസ് സബ്ജക്ട്സ്, അദ്ദേഹത്തിൻ്റെ പ്രജകളിൽപ്പെട്ട ഓരോരുത്തനും അദ്ദേഹം കൊടുത്തു. എന്ത് കൊടുത്തു? ഖിത്അതൻ, ഒരു കഷ്ണം കൊടുത്തു. മിൻഹ, അതിൽ നിന്ന്, എ പീസ്, അല്ലെ, ഒരു പീസ് കൊടുത്തു. ഒരു വലിയ വസ്ത്രമാണ്, വലിയൊരു ശീലയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചിട്ട് ഓരോ കഷ്ണം, തുല്യ വലിപ്പത്തിലുള്ള കഷ്ണം ഓരോരുത്തർക്ക് കൊടുക്കുകയാണ്. തക്ഫീഹി, അത് മതിയാവും. അഥവാ എത്ര വലിയ കഷ്ണം കൊടുക്കുന്നത്? മതിയാവുന്നത്ര. എന്തിന് മതിയാവുന്നത്ര? സൗബൻ, ഒരു ഡ്രസ്സിന്. സൗബൻ എന്ന് പറഞ്ഞാൽ ഡ്രസ്സിന്, വാഹിദ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സ്, അഥവാ ഒരു ഷർട്ടിന്. ഇവിടെ സൗബ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഷർട്ട് അതുപോലത്തെ ഉള്ള ഡ്രസ്സാണ്. അതായത് നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോയിട്ട് തുന്നാത്ത ശീലകൾ വാങ്ങിയിട്ടാണല്ലോ ഷർട്ട് അടിപ്പിക്കുന്നത്, പാൻസ് അടിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ ഒരു ഷർട്ടിന് അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന് പറ്റുന്ന അത്രയുള്ള വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാണ് ഓരോരുത്തർക്കും അദ്ദേഹം മുറിച്ചു കൊടുക്കുന്നത്. എ പീസ് സഫിഷ്യൻറ്റ് ഫോർ വൺ ഗാർമെൻറ്റ്. അപ്പോൾ ഹി ഗേവ് ഈച്ച് ഓഫ് ഹിസ് സബ്ജക്ട്സ് എ പീസ് സഫിഷ്യൻറ്റ് ഫോർ വൺ ഗാർമെൻറ്റ്. ഒരു വസ്ത്രം നെയ്യാൻ പറ്റുന്ന, ഒരു വസ്ത്രം തുന്നാൻ പറ്റുന്ന അത്ര വലുപ്പത്തിലുള്ള ഓരോ പീസ് ഓരോരുത്തർക്ക് കൊടുത്തു. ബഅദ അയ്യാമിൻ, ബഅദ ആഫ്റ്റർ, അയ്യാമിൻ, യൗമുൻ എന്നതിന് ജമാണ് അയ്യാം, ഡേയ്സ് ദിവസങ്ങൾ, ദിവസങ്ങൾക്ക് ശേഷം. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്. സുഅദ കയറി, ഉമർ കയറി, ഉമർ അസെൻഡഡ്, ഉമർ കയറി. അല എന്ന് പറഞ്ഞാൽ മേലെ, ഓൺ. അൽ മിമ്പറി, മിമ്പറിൻ്റെ മേലെ. ഉമർ അസെൻഡഡ് ദ പൾപിറ്റ്, അല്ലെങ്കിൽ ഉമർ അസെൻഡഡ് ദ മിമ്പർ എന്ന് എഴുതിയാൽ മതി. വഖാല, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മിമ്പറിൻ്റെ മുകളിൽ, മിമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് കയറി നിൽക്കുന്ന സ്ഥലമാണ് മിമ്പർ. അപ്പോൾ ജനങ്ങളോട് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മിമ്പറിൻ്റെ മുകളിൽ കയറി. വഖാല, ആൻഡ് ഹി സെഡ്, എന്താ പറഞ്ഞത്? അയ്യുഹന്നാസ്, ഓ പീപ്പിൾ, ജനങ്ങളെ. നാസ് എന്നാൽ ജനങ്ങൾ, അയ്യുഹ എന്നാൽ അവരെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. അയ്യുഹന്നാസ്, ജനങ്ങളെ. ഇസ്മഉ, നിങ്ങൾ കേൾക്കൂ. ഞാനിതാ ഒരു കാര്യം പറയാൻ പോവാണ്, എല്ലാവരും കേൾക്കൂ. ഓ പീപ്പിൾ, ലിസൺ. വഅതീഉ, നിങ്ങൾ അനുസരിക്കൂ. അപ്പം ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് നിങ്ങൾ അനുസരിക്കണം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നത്. ഓ പീപ്പിൾ, ലിസൺ ആൻഡ് ഒബേ. അപ്പോൾ പറഞ്ഞു തുടങ്ങുകയാണ്. ഫ, അപ്പോൾ, ഖാമ, എഴുന്നേറ്റു. റജുലുൻ, ഒരു പുരുഷൻ എഴുന്നേറ്റു. എ മാൻ സ്റ്റുഡ് അപ്പ്. വഖാല, ആൻഡ് ഹി സെഡ്, ദ മാൻ സെഡ്, ആ മനുഷ്യൻ പറഞ്ഞു, ലാ സംഅ, ലാ ഇല്ല, സംഅ കേൾക്കൽ, കേൾക്കലില്ല, അഥവാ കേൾക്കൂല, ഞങ്ങൾ കേൾക്കൂല. വല, വ എന്ന് പറഞ്ഞാൽ ആൻഡ്, ലാ ഇല്ല, ത്വാഅത്ത് അനുസരണം, അനുസരണവുമില്ല. വി വിൽ നൈദർ ലിസൺ നോർ ഒബേ, ഞങ്ങൾ കേൾക്കുകയില്ല, നിങ്ങൾക്ക് പറയുന്നത് കേട്ട് ഞങ്ങളോട് അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഖലീഫയോട്, ഭരണാധികാരിയോട് ഒരാൾ എഴുന്നേറ്റെന്ന് ധിക്കാരം പറയാണ്. നിങ്ങൾ പറയുന്നത് കേൾക്കൂല, ഞങ്ങൾ അനുസരിക്കൂല എന്ന് പറയാണ്. അപ്പോൾ ഉമർ ചോദിച്ചു, വലിമ ദാലിക, ലിമ, വൈ, എന്തുകൊണ്ടാണ്? ദാലിക, അത്, വൈ ഇസ് ദാറ്റ്? നിങ്ങൾ കേൾക്കൂല അനുസരിക്കൂല എന്നൊക്കെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണത്? അർറജുലു, ആ മനുഷ്യൻ പറഞ്ഞു, ആ പുരുഷൻ പറഞ്ഞു, ലി അന്നക സ്തഗ്ഫർത അലൈന, ലി അന്നക, കാരണം താങ്കൾ, ലി അന്നക, ബിക്കോസ് യു, ക എന്നാൽ യു, താങ്കൾ, ബിക്കോസ് യു ഇസ്തഗ്ഫർത, നീ മുൻഗണന കൊടുത്തിരിക്കുന്നു. യു ഹാവ് ഫേവേർഡ് യുവർ സെൽഫ്, താങ്കൾക്ക് മുൻഗണന കൊടുത്തിരിക്കുന്നു. അലൈന, ഞങ്ങളെക്കാൾ. ബിക്കോസ് യു ഹാവ് ഫേവേർഡ് യുവർ സെൽഫ് ഓവർ അസ്, നിങ്ങൾ
ഞങ്ങളെക്കാൾ നിങ്ങൾക്ക് മുൻഗണന കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഉമർ പറയാണ്, അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ നീതി കാണിച്ചില്ല, നിങ്ങൾ ഞങ്ങളെക്കാൾ നിങ്ങൾക്ക് ഭരണാധികാരിയായ നിങ്ങൾക്ക് മുൻഗണന കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളോട് ഫേവർ കാണിച്ചിരിക്കുന്നു, സ്വന്തത്തോട് ഫേവർ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഭരണാധികാരി അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്, ജനങ്ങൾക്ക് കൊടുക്കല്ലേ വേണ്ടത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പോൾ ഉമർ ചോദിച്ചു, ബി ഐ ഷെയ്ഇൻ, ഐ എന്നാൽ ഏത്, ഷെയ് കാര്യത്തിൽ, ബി ഐ ഷെയ് ഏത് കാര്യത്തിൽ, വിത്ത് വാട്ട് തിങ് അല്ലെങ്കിൽ ഇൻ വാട്ട് വേ ഏത് രീതിയിൽ, എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് അക്രമം ചെയ്തത്, ഞാൻ എനിക്ക് മുൻഗണന നൽകി എന്നൊക്കെ നിങ്ങൾ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ആ ചോദിക്കുന്നത്. അപ്പോൾ അർറജുലു, ആ മനുഷ്യൻ പറയാണ്, ആ പുരുഷൻ പറഞ്ഞു, ലഖദ് അഅതത കുല്ലം മിന്ന ഖിത്അത ഖുമാഷിൻ, ലഖദ് അഅതത താങ്കൾ കൊടുത്തിട്ടുണ്ട്, യു ഹാവ് ഗിവൺ താങ്കൾ കൊടുത്തിട്ടുണ്ട്, കുല്ലൻ എല്ലാവർക്കും, മിന്ന നമ്മളിൽപ്പെട്ട, യു ഹാവ് ഗിവൺ ഈച്ച് ഓഫ് അസ് താങ്കൾ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്, ഖിത്അത്ത് ഒരു കഷ്ണം, പീസ് എ പീസ്, ഖുമാഷ് തുണി, എ പീസ് ഓഫ് ഫാബ്രിക് ഒരു കഷ്ണം തുണി നമ്മളെ കൂട്ടത്തിൽപ്പെട്ട എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അത് തക്ഫി, ദാറ്റ് ഈസ് ഇനഫ്, മതിയാവുന്നതാണ്. എന്തിന് മതിയാവുന്നത്? സൗബൻ വസ്ത്രത്തിന്, വാഹിദൻ ഒരു വസ്ത്രത്തിന്, ഇനഫ് ഫോർ വൺ ഗാർമെൻറ്റ്, ഒരു വസ്ത്രം തുന്നാൻ പറ്റുന്നത്ര തുണി താങ്കൾ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. അതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരേ അളവിലാണ് അദ്ദേഹം തുണി കൊടുത്തിട്ടുള്ളത്. വ അന്ത എന്നാൽ താങ്കളാവട്ടെ, യു റജുലുൻ യു ആർ എ മാൻ താങ്കളൊരു പുരുഷനാണ്, തൊവീലുൻ ഉയരമുള്ള നീളമുള്ള, യു ആർ എ ടാൾ മാൻ നിങ്ങൾ നല്ല ഉയരമുള്ള ഒരാളാണ്, മറ്റുള്ളവരെ പോലെയല്ല, മറ്റുള്ളവരെക്കാളും ഉയരമുള്ള ഒരാളാണ് താങ്കൾ. അപ്പോൾ എല്ലാവർക്കും ഒരേ അളവിലാണ് തുണി മുറിച്ചു കൊടുത്തിരിക്കുന്നത്. വഹാദിഹിൽ ഖിത്അത്തു, ഹാദിഹി എന്നാൽ ദിസ്, ഖിത്അത്ത് ദിസ് പീസ് ആ കഷ്ണം ഉണ്ടല്ലോ, ലാ തക്ഫീക ഡസ് നോട്ട് സഫിസ് യു നിനക്ക് മതിയാവുകയില്ല, സൗബൻ ഫോർ എ ഗാർമെൻറ്റ് നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് അടിക്കാൻ ആ തുണി മതിയാവുകയില്ല. കാരണം താങ്കൾ മറ്റുള്ളവരെക്കാൾ ഉയരമുള്ള ആളാണ്, ഒരേ വലിപ്പത്തിലാണ് എല്ലാവർക്കും തുണി മുറിച്ച് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെക്കാളും ഒരുപാട് ഉയരമുള്ള ആളാണ്, നിങ്ങൾക്ക് ആ ഡ്രസ്സ് ആ തുണി കഷ്ണം കൊണ്ട് ഒരു ഷർട്ട് അടിക്കാൻ കഴിയില്ല. വനറാക്ക വനറവ എന്ന് പറഞ്ഞാൽ ആൻഡ് നെറാക്ക ഞങ്ങൾ നിങ്ങളെ കാണുന്നു, വി സീ യു ഞങ്ങൾ നിങ്ങളെ കാണുന്നു. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത് കത് ഹയ്യത്തഹു, ഹയ്യത്വ എന്ന് പറഞ്ഞാൽ തുന്നി, ഹയ്യത്ത എന്ന് പറഞ്ഞാലോ നീ തുന്നി, ഹു അതിനെ ആ തുണിയെ താങ്കൾ തുന്നിയിരിക്കുന്നു. കത് ഹയ്യത്തഹു യു ഹാവ് സോൺ ഇറ്റ് നിങ്ങൾ അതിനെ തുന്നിയിരിക്കുന്നു. ഖമീസൻ ഒരു ഷർട്ടായിട്ട്, കാമിലൻ ഒരു പരിപൂർണ ഷർട്ടായിട്ട്, വി സീ യു ഹാവ് സോൺ ഇറ്റ് എ ഫുൾ ഷർട്ട് നിങ്ങൾ ആ തുണിക്കഷ്ണം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇത്രയും നീളമുള്ള നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഷർട്ട് തയ്ച്ചിരിക്കുന്നു. അതെങ്ങനെ സാധിച്ചു? എല്ലാവർക്കും ഒരേ അളവിലാണ് തുണി കൊടുത്തിട്ടുള്ളത്, നിങ്ങളും ആ തുണി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഫുൾ ഷർട്ട് അടിക്കുക? കാരണം നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഒരുപാട് നീളമുള്ള ആളാണല്ലോ. അപ്പോൾ ലാ ബുദ്ധ ഷുവർലി തീർച്ചയായിട്ടും, അന്നക തീർച്ചയായും, നീ അഹത്ത താങ്കൾ എടുത്തിരിക്കുന്നു, ഷുവർലി യു ടുക്ക് താങ്കൾ എടുത്തിരിക്കുന്നു, തീർച്ചയായിട്ടും താങ്കൾ എടുത്തിട്ടുണ്ട്, അക്സർ മോർ കൂടുതൽ താങ്കൾ എടുത്തിരിക്കുന്നു, മിമ്മ ആഴ്ത്വൈത്തന ഞങ്ങൾക്ക് തന്നതിനേക്കാൾ, ഞങ്ങൾക്ക് താങ്കൾ തന്നതിനേക്കാളേറെ താങ്കൾ സ്വയം എടുത്തിരിക്കുന്നു. ഷുവർലി യു ടുക്ക് മോർ ദാൻ യു ഗേവ് അസ്. അപ്പോൾ ഉമർ പറയാൻ, മുൽത്തഫിതൻ ഇല ഇബ്നിഹി, മുൽത്തഫിതൻ ടേണിങ് അഥവാ തിരിഞ്ഞുകൊണ്ട്,
ഇലാ ഇബ്നിഹി, അദ്ദേഹത്തിൻ്റെ മകനിലേക്ക്. ടേണിങ് ടു ഹിസ് സൺ, ഉമർ അദ്ദേഹത്തിൻ്റെ മകൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു. ഉമർ സ്വന്തം മകൻ്റെ നേരെ തിരിഞ്ഞിട്ടാണ് പറയുന്നത്. യാ അബ്ദുല്ലാ, ഏ അബ്ദുള്ള, ഓ അബ്ദുള്ള, അജിബ്, ആൻസർ, അല്ലെങ്കിൽ റെസ്പോണ്ട്, നീ മറുപടി പറ. ആൻ കലാമിഹി, ടു ഹിസ് സ്റ്റേറ്റ്മെൻറ്റ്, ടു ഹിസ് അബൌട്ട് ഹിസ് വേർഡ്സ്, ഇദ്ദേഹം പറഞ്ഞ ഈ വാക്കിന് നീ മറുപടി പറ. റെസ്പോണ്ട് ടു ഹിസ് സ്റ്റേറ്റ്മെൻറ്റ്, അയാളെ പറഞ്ഞതിന് മറുപടി പറയൂ നീ. അപ്പോൾ അബ്ദുള്ള പറഞ്ഞു, ലഖദ് അഅ്തൈതുഹു ഖിത്അതി. ലഖദ് അഅ്ത എന്നാൽ കൊടുത്തു, അഅ്തൈതു ഞാൻ കൊടുത്തു, അഅ്തൈതുഹു ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. ലഖദ് അഅ്തൈതുഹു എന്ന് പറഞ്ഞാലോ, ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് ഗിവൺ ഹിം, ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് ഗിവൺ ഹിം ഖിത്അതി. ഖിത്അത്ത് എന്നാൽ പീസ്, കഷ്ണം. ഖിത്അതി എൻ്റെ കഷ്ണം. ഐ ഹാവ് ഗിവൺ ഹിം മൈ പീസ്, ഞാൻ അദ്ദേഹത്തിന് എൻ്റെ കഷ്ണം കൊടുത്തതാണ്. അർറജുലു, അപ്പോൾ ആ പുരുഷൻ പറഞ്ഞു, അമ്മ എന്നാൽ, അൽ ആൻ ഇപ്പോൾ, നൗ, ഫസ്സംഉ വത്വാഅ, അസ്സംഉ കേൾക്കും, വത്വാഅ അനുസരിക്കും. നൗ വി വിൽ ലിസൺ ആൻഡ് ഒബേ. അപ്പോൾ ആളുകൾക്ക് കാര്യം ബോധ്യമായി. എന്ത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടുതൽ തുണി കഷ്ണം എടുത്തിട്ടില്ല, മകൻ്റെ തുണി കഷ്ണം കൂടി അദ്ദേഹത്തിന് കൊടുത്തതാണ്. അങ്ങനെയാണ് അദ്ദേഹം സ്വന്തമായിട്ടൊരു വലിയ ഷർട്ട് തയ്ച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു, താങ്കൾ അന്യായമൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കാം, ഞങ്ങൾ അനുസരിക്കാം എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നീതിമാനായ ഒരു ഭരണാധികാരിയാണ് എന്നതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ് ഈ ചരിത്ര സംഭവം. ഇനി അതിൻ്റെ താഴെ നമ്മുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ബോക്സ് കാണാം. ഈ ബോക്സിൽ എന്ത് പറയുന്നു? മിൻ കിതാബി, ഫ്രം ദ ബുക്ക്. ഏത് ബുക്കിൽ നിന്ന് ഈ ചരിത്രം ഏത് പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചതാ? മവ്സൂഅത്തുൽ അഖ്ലാഖി വസ്സുഹ്ദി വറഖായിഖ്, അതാണ് പുസ്തകത്തിൻ്റെ പേര്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എൻസൈക്ലോപീഡിയ ഓഫ് മോറൽസ്, അസെറ്റിസിസം ആൻഡ് ഹേർഡ് സോഫ്റ്റ്നേഴ്സ്. ഇതാരെഴുതിയ? യാസിർ അബ്ദുറഹ്മാൻ എഴുതിയതാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് ഈ ചരിത്ര സംഭവം. പക്ഷേ അതിൽ തസറുഫ് ചെറിയ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്, അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അതിലെ വാക്കുകളൊക്കെ, നിങ്ങൾ കുട്ടികളാണല്ലോ, 9ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ചില വേർഡ്സൊക്കെ സിമ്പിൾ വേർഡ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടാണ് നമ്മുടെ പുസ്തകത്തിൽ ഈ കഥ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് ചുരുക്കം. ഇനി അടുത്ത വർക്ക് നോക്കാം. നുലാഹിലു വനക്തുബു. നുലാഹിലു നമുക്ക് ശ്രദ്ധിക്കാം, വനക്തുബു നമുക്ക് എഴുതാം. അപ്പോൾ എന്താ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഇസ്മ, ഇവിടെ ബ്ലാങ്ക് ആണ്. ഇസ്മഉ, ഇസ്മ അതെന്താണ്? അത് അംബ്രാണല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അംബ്ര ഉണ്ടാക്കുന്നത് കഴിഞ്ഞ 5ാം യൂണിറ്റിൽ നമ്മൾ പഠിച്ചതാണല്ലേ. ഇസ്മ, നീ കേൾക്ക്. ഇസ്മഉ എന്നാൽ എന്താണ്? ഇവിടെ ഇസ്മഉ എന്നുണ്ടല്ലോ, നിങ്ങൾ കേൾക്കൂ. അത്തിഅ, അത്തിഉ, ഉഖ്റുജ്, ഇതൊക്കെ അംബ്രാണെന്നറിയാമല്ലോ. യെസ്, ഈ അംബ്രയെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടിയിട്ടാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഭാഗങ്ങൾ പൂരിപ്പിച്ചാൽ ഇങ്ങനെ ഉണ്ടാകും. ഇസ്മ, ഒരു പുരുഷനോട് പറയാണ്, നീ കേൾക്ക്. ഇസ്മ, നിങ്ങൾ രണ്ടുപേരും കേൾക്കൂ. ഇസ്മഉ, നിങ്ങൾ കുറേ പുരുഷന്മാർ കേൾക്കൂ. പുരുഷന്മാരോട് പറയാം, കുറേ ബോയ്സിനോട്, അല്ലെ കുറച്ച് മുതിർന്നവരോടൊക്കെ പറയാണ്, അല്ലെ ആരോടെങ്കിലും ഒരു പുരുഷന്മാരെ നോക്കിയിട്ടാണ് പറയുന്നത്. ഇസ്മ എന്നാൽ നീ കേൾക്ക് എന്ന് ഒരു പുരുഷനോട് പറയാണ്. ഇസ്മ, നിങ്ങൾ 2 പുരുഷന്മാർ കേൾക്കൂ. ഇസ്മഉ, നിങ്ങൾ കുറേ പുരുഷന്മാർ കേൾക്കൂ. ഇനി രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ. അത്യ, നീ അനുസരിക്ക്. അത്യ, നിങ്ങൾ 2 പുരുഷന്മാർ, ഇതൊക്കെ പുരുഷന്മാരോടാട്ടോ. അത്യ, നിങ്ങൾ 2 പുരുഷന്മാർ അനുസരിക്കൂ. അത്യുഉ, നിങ്ങൾ കുറേ പുരുഷന്മാർ അനുസരിക്കൂ. ഉഖ്റുജ്, ഒരു പുരുഷനോട് പറയാണ്, ഒരാണിനോട് പറയാണ്, നീ പുറത്തു പോ. ഉഖ്റുജ, നിങ്ങൾ 2 പുരുഷന്മാരും പുറത്തു പോ. ഉഖ്റുജു, നിങ്ങൾ കുറേ പുരുഷന്മാർ അഥവാ 2ലേറെ പുരുഷന്മാർ പുറത്തു പോകൂ.
അജീബ്, നീ ഒരു പുരുഷനോടാണ്. അജീബ്, നീ ഉത്തരം പറ. അജീബ, നിങ്ങൾ 2 പുരുഷന്മാർ ഉത്തരം പറയൂ. അജീബു, നിങ്ങൾ കുറേ പുരുഷന്മാർ ഉത്തരം പറയൂ. 2-ലേറെ ആളുകളോട് പറയാൻ. അപ്പോൾ എങ്ങനെയാണ് ഈ അംറ് ഉണ്ടാക്കിയിരിക്കുന്നത്? അത് ഞാൻ ഒന്നുകൂടി പറയാം. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ട ഇസ്മ എന്നതാണല്ലോ. ഇസ്മ എന്നതാണ് നമ്മളിപ്പോൾ ആ ബോക്സിൽ ആദ്യം കണ്ടിട്ടുള്ളത്. അതെങ്ങനെയാണ് ഇസ്മ എന്ന അംറ്, നീ കേൾക്ക് എന്ന അംറ് ഉണ്ടാക്കിയിട്ടുള്ളത്? സമിഅ എന്നാണ് അതിൻ്റെ മാലി. സമിഅ എന്നാൽ കേട്ടു എന്നാണ്. യസ്മഉ എന്നാണ് അതിൻ്റെ മുളാരി. അത് നമുക്കറിയാലോ. സമിഅ അതിൻ്റെ മുളാരിയാണ് യസ്മഉ. ഈ മുളാരിയിൽ നിന്നാണ് അംറ് ഉണ്ടാക്കുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. അപ്പോൾ അംറ് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഇവിടെ കാണുന്ന ഈ യ അഥവാ മുളാരിയിൽ മാത്രം ഉണ്ടാകുന്ന മുളാറത്തിൻ്റെ അക്ഷരമായിട്ടുള്ള ഈ യ നമ്മൾ ഒഴിവാക്കണം. സമിഅയിൽ നോക്കൂ, ആ യ ഉണ്ടോ? യസ്മഉ സമിഅയിൽ ഇല്ലല്ലോ. ആ യ ഇല്ല. ആ യ മുളാരിയിൽ മാത്രമേ ഉണ്ടാവൂ. അത് മുളാറത്തിൻ്റെ അക്ഷരം എന്നാണ് അതിന് പറയുക. മുളാരിയിൽ മാത്രമേ അതുണ്ടാവൂ. ഓക്കെ, അപ്പോൾ അംറല്ലേ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മുളാറത്തിൻ്റെ അക്ഷരം നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുക. യ ഒഴിവാക്കി. പിന്നുള്ളത് എന്താ? സ്മഉ എന്നാണ് വായിക്കുക. സ്മഉ. അപ്പോൾ അത് ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനായതുകൊണ്ട് ഉച്ചരിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു അലിഫ് ഇടുന്നു. ഈ അലിഫിന് ഫത്തഹാണോ കസ്റാണോ ലമ്മാണോ കൊടുക്കേണ്ടത്? ഇതിലെ യസ്മഉ എന്നുള്ളതിലെ അവസാനത്തതിൻ്റെ മുമ്പുള്ള അക്ഷരം, അവസാനത്തെ അക്ഷരമല്ല, അവസാനത്തതിൻ്റെ മുമ്പുള്ള അക്ഷരം അതേതാണ്? മീമാണ്. ആ മീമിന് എന്താ ഹർക്കത്ത് നോക്കുക, അതിന് ഫത്തഹാണ്. ആ അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്തഹോ കെസറോ ആണെങ്കിൽ നമ്മൾ ഈ പുതുതായി ഇട്ടിട്ടുള്ള ഈ അലിഫിന് കെസറ് കൊടുക്കുക. പിന്നെ അവസാനം സുക്കൂൻ ചെയ്യുക. അങ്ങനെയല്ലേ ഇസ്മ എന്ന് ഉണ്ടായെന്ന് നോക്കൂ. ആണ്, അങ്ങനെയാണ് അംറ് ഉണ്ടാക്കുക എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പക്ഷേ ഇനി അടുത്തതിൽ ലേശം ഒരു വ്യത്യാസം നമുക്ക് കാണാം. അതാണ് ഈ പാഠത്തിൽ നമ്മൾ അംറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇവിടെ അത്വാ, അതിൻ്റെ അംറ് എന്താ? അത്വ എന്നാണ്. അത്വാ യുത്തിഉ അത്വ. ഇതിലെന്താ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്? യസ്മഉ എന്നതിൽ നിന്ന് ഇസ്മ എന്നും ഉണ്ടാക്കിയതുപോലെയാണോ യുത്തിഉ എന്നതിൽ നിന്ന് അത്വ എന്നുണ്ടാക്കുന്നത്? ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ. അത്വായുടെ മുളാരിയാണ് യുത്തയോ. അപ്പോൾ നമ്മൾ അംറ് ഉണ്ടാക്കുമ്പോൾ ഈ യാ ആദ്യം കളയണം. അത് മുളാരിയിൽ മാത്രമുള്ളതാണ്. പിന്നെ ത്വീഉ എന്നാണുള്ളത്. പക്ഷേ ആ ത്വീ എന്നതിൻ്റെ യാ ഇവിടെ കാണുന്നില്ലല്ലോ. അതിൻ്റെ കാരണം ഈ അലിഫ് വാവ് യാ ഇതിന് അറബിയിൽ ചില പ്രത്യേക നിയമങ്ങളുണ്ട്. അംറ് ഉണ്ടാക്കുന്ന നേരത്ത് ഈ യാഇനെ നമ്മൾ ഈ അലിഫിനെയും യാഇനെയൊക്കെ നമ്മൾ കളയും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അത്ര പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ വിശദമായിട്ട് നമുക്ക് +1 +2 പഠിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ യാ യുതീഉ എന്നതിലെ ഈ യാ ഉണ്ടല്ലോ, ഇത് അംറ് ഉണ്ടാക്കിയപ്പോൾ എങ്ങനെ പോയി എന്നതിൻ്റെ ഉത്തരം അത് യാ അലിഫ് വാവ്, വാവ് അലിഫ് യാ. ഇതിന് ചില പ്രത്യേക നിയമങ്ങളുണ്ട് അറബിയിൽ. അവ ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കിയത് കൊണ്ടാണ് അതീഅ് എന്ന് പറയാതെ അത്വ എന്ന് അംറ് പറഞ്ഞിരിക്കുന്നത്. അത്ര മനസ്സിലാക്കിയാൽ മതി. ഖറജ യഖ്റുജു ഖുറുജ്, അതിൽ നിന്ന് അംറ് ഉണ്ടാക്കിയത് നമ്മൾ സമിഅ എന്നത് പറഞ്ഞതുപോലെ തന്നെയാണ്. ഖറജ അതിൻ്റെ മുളാരി, യഖ്റുജു ആ മുളാരിയിൽ അക്ഷരമായ യാഇനെ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ ഖുറുജു എന്നായി. അപ്പോൾ ഹ് എന്ന് സുക്കൂനിൽ തുടങ്ങിയത് കൊണ്ട് നമ്മൾ ഒരു അലിഫ് ഇട്ടു. ഇതിന് അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മായതുകൊണ്ട് അതിന് നമ്മൾ ലൊമ്മ കൊടുത്തു. അവസാനം സുക്കൂനും കൊടുത്തു. അങ്ങനെ ഉഖ്റുജ് എന്നുണ്ടായി. ഇനി അജാബ യുജീബു അജീബ്. അജാബ, ഇവിടെ ഈ യാഇൻ്റെ വിഷയമുണ്ട്. നമുക്ക് കാണാം അജീബ് എന്ന് പറഞ്ഞിട്ടില്ല, അജീബ് എന്നേ ഉള്ളൂ. അവിടെ നമ്മൾ യാഇനെ കളഞ്ഞിരിക്കുന്നു. അത് അതിൻ്റെ സ്പെഷ്യൽ നിയമമാണ് അലിഫ് വാവ് യാ എന്നതിൻ്റെ. ഓക്കെ, യെസ്. ഇനി അടുത്ത വർക്ക് നോക്കാം. നഖറഉ വനുജീബു. നഖറഉ ലെറ്റസ് റീഡ്, നമുക്ക് വായിക്കാം. വനുജീബു ആൻഡ് ആൻസർ, നമുക്ക് ഉത്തരം പറയാം. ലെറ്റസ് റീഡ് ആൻഡ് ആൻസർ, നമുക്ക് ഇത് വായിക്കാം എന്നിട്ട് ഉത്തരം പറയാം. അതായത് ഇതൊരു പാരഗ്രാഫാണ്. ഇതിന് ശേഷം കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നമ്മളെ പുസ്തകത്തിൽ കാണാം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനാദ്യം എന്ത് ചെയ്യണം? ഈ പാരഗ്രാഫ് വായിക്കണം. നമുക്ക് വായിച്ച് നോക്കാം. ഹുവ അബു ഹഫ്സ് ഉമർ ബിൻ ഖത്താബ് അൽ ഖുറശി. അപ്പോൾ ഈ പാരഗ്രാഫ് ആരെക്കുറിച്ചാണ്?
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയാണ്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഹുവ, ഹി, അദ്ദേഹം, അബൂ ഹഫ്സ് ഉമർ ഇബ്നുൽ ഖത്താബ് അൽ ഖുറശി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണ് പറഞ്ഞിരിക്കുന്നത്, മുഴുവൻ പേര് പറഞ്ഞാണ്. അൽ ഖുറശി എന്ന് പറഞ്ഞാൽ എന്താ? ഖുറൈശ് എന്ന ഗോത്രത്തിൽപ്പെട്ട ആളാണെന്ന് അതിൻ്റെ അർത്ഥം. ഇബ്നു ഖത്താബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര് ഖത്താബ് എന്നാണ്, ആ ഖത്താബിൻ്റെ മകനാണ് അദ്ദേഹം. അപ്പോൾ അബൂ ഹഫ്സ് ഉമർ ഇബ്നുൽ ഖത്താബ് അൽ ഖുറശി, അതാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. ഇഷ്തഹറ, ഹി ബിക്കെയിം ഫേമസ്, അദ്ദേഹം പ്രശസ്തനായി. ബി അദിലിഹി, അദിലി എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റിസ്, നീതി. അദിലി ഹി എന്ന് പറഞ്ഞാലോ ഹിസ് ജസ്റ്റിസ്, അദ്ദേഹത്തിൻ്റെ നീതി. ബി അദിലിഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നീതി കൊണ്ട്. വ ഇൻസാഫ്, ഇൻസാഫ് എന്നാലോ ഫെയർനെസ്, ന്യായബോധം. ഇൻസാഫി ഹി, അദ്ദേഹത്തിൻ്റെ ന്യായബോധം. അപ്പോൾ ഇഷ്തഹറ ബി അദ്ലിഹി വ ഇൻസാഫിഹി, ഹി ബിക്കെയിം ഫേമസ് ഫോർ ഹിസ് ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ്. അദ്ദേഹത്തിൻ്റെ നീതിബോധവും ന്യായബോധവും കാരണത്താൽ അദ്ദേഹം പ്രശസ്തനായി. വലുഖിബ, അദ്ദേഹത്തിന് ഒരു സ്ഥാനപ്പേര് കിട്ടി. ഹി വാസ് നിക് നെയിംഡ്, അല്ലെങ്കിൽ ഹി വാസ് ടൈറ്റിൽഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹി വാസ് നിക് നെയിംഡ്. അദ്ദേഹത്തിൻ്റെ ഒരു നിക് നെയിം, ഒരു സ്ഥാനപ്പേര് അദ്ദേഹത്തിന് കിട്ടി. എന്താ കിട്ടിയത്? ബിൽ ഫാറൂഖ്, അൽ ഫാറൂഖ് എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് കിട്ടി. അല്ലെ, ഉമറുൽ ഫാറൂഖ് എന്ന് പറയാറില്ലേ? അപ്പോൾ ഫാറൂഖ് എന്നത് ശരിക്കും അദ്ദേഹത്തിന് ചെറുപ്പത്തിലേ ഉള്ള പേരല്ല, പിന്നീട് കിട്ടിയ ഒരു സ്ഥാനപ്പേരാണ്. എന്തുകൊണ്ടാണ് അൽ ഫാറൂഖ് എന്ന് ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചത്? ലി അന്നഹു, ലി അന്ന, ബിക്കോസ്, ലി അന്നഹു ബിക്കോസ് ഹി, കാരണം അദ്ദേഹം. ലി അന്ന എന്നാൽ ബിക്കോസ്, ലി അന്നഹു ബിക്കോസ് ഹി, കാരണം അദ്ദേഹം. ഫറഖ, ഹി ഡിസ്റ്റിംഗ്വിഷ്ഡ്, അദ്ദേഹം വേർതിരിച്ചു. ബൈന, തമ്മിൽ, ബിറ്റ്വീൻ, ഹി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബിറ്റ്വീൻ. അൽ ഹഖ്, ഹഖ് എന്നാൽ സത്യം, ട്രൂത്ത്. വൽ ബാത്തിൽ, ബാത്തിൽ എന്നാൽ ഫാൾസ്ഹുഡ്, മിഥ്യ. സത്യവും അസത്യവും, സത്യവും മിഥ്യയും, സത്യവും അസത്യവും തമ്മിൽ അദ്ദേഹം വേർതിരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് വേർതിരിച്ചവൻ അഥവാ അൽ ഫാറൂഖ് എന്ന സ്ഥാനപ്പേര് കിട്ടിയത്. ബിക്കോസ് ഹി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബിറ്റ്വീൻ ട്രൂത്ത് ആൻഡ് ഫാൾസ്ഹുഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫാറൂഖ് എന്ന പേര് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ലി അന്നഹു ഫറഖ ബൈനൽ ഹഖ് വൽ ബാത്തിൽ. ഇനി തഅല്ലമ, അദ്ദേഹം പഠിച്ചു. ഹി ലേൺഡ്, അല്ലെങ്കിൽ ഹി സ്റ്റഡീഡ്. അൽ ഖിറാഅ, ദ റീഡിങ്. ഹി ലേൺ ദ റീഡിങ്, അദ്ദേഹം വായിക്കാൻ പഠിച്ചു. വൽ കിതാബ, വ എന്നാൽ ആൻഡ്, അൽ കിതാബ ആൻഡ് റൈറ്റിംഗ്. ഹി ലേൺഡ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഫിസ് സിഗരി, സിഗർ എന്നാൽ കുട്ടിക്കാലം, ഫിസ് സിഗരി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിൽ അഥവാ കുട്ടിക്കാലത്ത്. ഇൻ ഹിസ് യൂത്ത്, ഹി ലേൺഡ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഹിസ് യൂത്ത്. തവല്ല, അദ്ദേഹം ഏറ്റെടുത്തു. ഹി അസ്യൂംഡ് അൽ ഖിലാഫ, ഖിലാഫത്ത് അദ്ദേഹം ഏറ്റെടുത്തു. ഹി അസ്യൂം ദ കാലിഫേറ്റ്, അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തു. ബഅദ, ആഫ്റ്റർ. ആർക്ക് ശേഷമാണ്? അബീ ബക്കർ, അബൂബക്കറിന് ശേഷം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശേഷം. ഹി അസ്യൂം ദ കാലിഫേറ്റ് ആഫ്റ്റർ അബൂബക്കർ. സനത സലാസത അഷർ, സനത്ത് എന്ന് പറഞ്ഞാൽ ഇയർ, വർഷം. സലാസത അഷർ എന്ന് പറഞ്ഞാൽ 13-ാം വർഷം. ഹിജ്റ, ഹിജ്റ 13-ാം വർഷം. ഹി അസ്യൂം ദ കാലിഫേറ്റ് ആഫ്റ്റർ അബൂബക്കർ ഇൻ ദ ഇയർ 13 ഹിജ്റ. വഹക്കമ, അദ്ദേഹം ഭരിച്ചു. ഹി റൂൾഡ് ആദിലൻ ജസ്റ്റ്ലി, അദ്ദേഹം നീതിപൂർവം ഭരണം നടത്തി. ഹുവല്ലദീ ജഅലൽ ഹിജ്റത അസാസൻ ലിതഖ്വീമിൽ ഇസ്ലാമി. ഹുവ, അദ്ദേഹമാണ്. ഹി ഈസ്. അല്ലദീ ജഅല, ആക്കിയവൻ അഥവാ നിശ്ചയിച്ചവൻ. അൽ ഹിജ്റത, ഹിജ്റയെ. ഹി ഈസ് ദ വൺ ഹു മെയ്ഡ് ദ ഹിജ്റ അസാസൻ, ദ ബേസിസ്, അടിസ്ഥാനമാക്കിയവൻ. അദ്ദേഹമാണ് ഹിജ്റയെ അടിസ്ഥാനമാക്കിയവൻ. ഹി ഈസ് ദ വൺ ഹു മെയ്ഡ് ദ ഹിജ്റ ദ ബേസിസ്. എന്തിൻ്റെ ബേസിസ് ആക്കിയ ആൾ? ലി തഖ്വീമി, കലണ്ടറിൻ്റെ. അൽ ഇസ്ലാമി, ഇസ്ലാമിക്. ഹി ഈസ് ദ വൺ
who made the hijra the basis for the Islamic calendar. ഇസ്ലാമിക് കലണ്ടറിൻ്റെ അടിസ്ഥാനമായിട്ട് ഹിജ്റയെ നിശ്ചയിച്ചവൻ അദ്ദേഹമാണ്. ഖാല, ഹി സ്പെൻഡ്, അദ്ദേഹം ചിലവഴിച്ചു, ഹയാത്ത്, ജീവിതം, ഹയാത്തഹു, അദ്ദേഹത്തിൻ്റെ ജീവിതം, ഹി സ്പെൻഡ് ഹിസ് ലൈഫ്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം ചിലവഴിച്ചു എങ്ങനെ? ഖാദിമൻ, സേവകനായിക്കൊണ്ട് അല്ലെങ്കിൽ സേവനം ചെയ്തുകൊണ്ട്, സെർവിങ്, ലിന്നാസ്, ജനങ്ങളെ സേവിച്ചുകൊണ്ട്, സെർവിങ് ദ പീപ്പിൾ. ഹി സ്പെൻഡ് ഹിസ് ലൈഫ് സെർവിങ് ദ പീപ്പിൾ. അദ്ദേഹം ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ട് ജീവിതം ചെലവഴിച്ചു. ആശ ഷുജാൻ, ആശ അദ്ദേഹം ജീവിച്ചു. ഹി ലിവ്ഡ് ഷുജാൻ, ധീരനായിക്കൊണ്ട്. ഹി ലിവ്ഡ് ബ്രേവ്, അദ്ദേഹം ധീരനായിക്കൊണ്ട് ജീവിച്ചു. വമാത, അദ്ദേഹം മരണപ്പെട്ടു. ഹി ഡൈഡ്, എങ്ങനെ? ഷഹീദൻ, ആസ് എ മാർട്ടിയർ, ഒരു ഷഹീദായിക്കൊണ്ട്, ഒരു രക്തസാക്ഷിയായിക്കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു. ഹി ഡൈഡ് എ മാർട്ടിയർ. സനത, വർഷം, ഇൻ ദ ഇയർ, ഏത് ഇയറാണ്? സലാസിം വ ഇശ്രീൻ, അല്ലേ? സലാസ വ ഇശ്രീൻ എന്ന് പറഞ്ഞാൽ 23, 23. ഹിജറ 23 അദ്ദേഹം ഷഹീദായി, അഥവാ അദ്ദേഹം രക്തസാക്ഷിയായി മരണപ്പെട്ടു. ഇനി നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മാ ലഖബ് ഉമർ ഇബ്നുൽ ഖത്താബ്. മാ, എന്താണ്? വാട്ട് ഈസ്? ലഖബ്, ദ നിക് നെയിം, സ്ഥാനപ്പേര്. ആരുടെ? ഉമർ ഇബ്നുൽ ഖത്താബ്. വാട്ട് ഈസ് ദ നിക് നെയിം ഓഫ് ഉമർ ഇബ്നുൽ ഖത്താബ്? അപ്പം ലഖബ് എന്ന് നോക്കൂ, നിങ്ങൾക്ക് തീരെ ഉത്തരമൊന്നും അർത്ഥം തീരെ അറിയില്ല എന്ന് വെക്കുക. എങ്കിൽ പോലും ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് സിമ്പിളായി കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു ടെക്നിക്ക് നോക്കൂ. ലഖബ് എന്നതിനോട് സാമ്യതയുള്ള വേർഡ് എവിടെയോ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ ലഖബ്, ലാമ്, ഖാഫ്, ബാ. അപ്പോൾ അതാ ഇവിടെ ലുഖിബ, അല്ലേ? അത് അർത്ഥം അറിയാത്തവന് പോലും കണ്ടാൽ മനസ്സിലാവും. ലഖബ്, ലുഖിബ. ഓക്കെ, അവിടെ എവിടെയാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ അദ്ദേഹം ലുഖിബ ബിൽ ഫാറൂഖ്. ഈ ഫാറൂഖ് എന്നതാണ് ഉത്തരം. അദ്ദേഹം ലഖബ്, ഹി നിക് നെയ്മഡ് അൽ ഫാറൂഖ്. അദ്ദേഹം ഫാറൂഖ് എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് കിട്ടിയെന്നാണ്. അപ്പോൾ ഫാറൂഖ്, ലുഖിബ ബിൽ ഫാറൂഖ്. ലഖബ് ഉമർ ഖത്താബ് എന്നാണ്, അൽ ഫാറൂഖ് എന്നാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. ലിമ, വൈ, എന്തുകൊണ്ടാണ്? സുമ്മിയ, വിളിക്കപ്പെട്ടത്. വൈ വാസ് ഉമർ കോൾഡ് ബിൽ ഫാറൂഖ്, ഫാറൂഖ് എന്ന്. ലിമ സുമ്മിയ ഉമർ ബിൽ ഫാറൂഖ്. വൈ വാസ് ഉമർ കാൾഡ് അൽ ഫാറൂഖ്, എന്തുകൊണ്ടാണ് ഉമറിനെ ഫാറൂഖ് എന്ന് വിളിച്ചത്? ആ ഫാറൂഖ് എന്നതിന് ശേഷമുള്ള ഭാഗമാണ് അതിൻ്റെ ഉത്തരം. എന്താണ്? ലിഅന്നഹു ഫറഖ ബൈനൽ ഹഖ് വൽ ബാത്തിൽ. സത്യവും അസത്യവും തമ്മിൽ അദ്ദേഹം വേർതിരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ ഫാറൂഖ് എന്ന് വിളിച്ചത്. അപ്പോൾ ഉത്തരം അറിയില്ലെങ്കിൽ പോലും ഈ ഫാറൂഖ് എന്ന വേർഡ് എവിടെയോ ഉണ്ടോ നോക്കി. ഓക്കെ, അതിൻ്റെ തൊട്ട് ശേഷമുള്ള ആ വേർഡ്സാണ് അതിൻ്റെ ഉത്തരം. മതാ തവല്ല ഉമർ അൽ ഖിലാഫ. മതാ, വെൻ, എപ്പോഴാണ്? മതാ തവല്ല, എപ്പോഴാണ് ഏറ്റെടുത്തത്? വെൻ ഡിഡ് അസ്യൂം ഉമർ അൽ ഖിലാഫ, ഖിലാഫത്ത്. വെൻ ഡിഡ് ഉമർ അസ്യൂം ദ ഖാലിഫേറ്റ്. അപ്പോൾ തവല്ല എന്ന് പറയുന്ന വേർഡ് എവിടെയുണ്ട് നോക്കൂ. തവല്ലതാ ഇവിടെ ഉണ്ട്. തവല്ലൽ ഖിലാഫത്ത, അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തു. എപ്പോൾ? ബഅദ അബീ ബക്കർ, അബൂബക്കറിന് ശേഷം. സനത, അല്ലേ? സലാസത്ത അഷർ, 13, ഹിജ്റ 13 സലാസത്ത അഷർ. ഇനി നോക്കൂ നിങ്ങൾ, നാലാമത്തെ ചോദ്യം നോക്കാം. കൈഫ ഖളാ ഉമർ ഹയാത്തഹു. കൈഫ, എങ്ങനെ? ഹൗ. ഖളാ, സ്പെൻഡ്, ചിലവഴിച്ചു. ഉമർ ചിലവഴിച്ചു. ഹയാത്തഹു, ഹിസ് ലൈഫ്. ഉമർ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം ചിലവഴിച്ചത്? അപ്പോൾ ഇവിടെ കാണാം ഖളാ ഹയാത്തഹു. ആ വേർഡ് ഇതാ, ഖളാ ഹയാത്തഹു. അദ്ദേഹം ചിലവഴിച്ചു, അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ചിലവഴിച്ചു. എങ്ങനെയാണ്? അടുത്ത വേർഡ് ഖാദിമൽ ലിന്നാസ്, ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ട്. ഓക്കെ, സിമ്പിളല്ലേ? ഇനി നമ്മളെ പുസ്തകത്തിൽ അടുത്ത വർക്കിന് താഴെ ഇങ്ങനെ ഒരു വർക്ക് കാണാം. ആ വർക്ക് ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത് നമുക്ക് ആദ്യം പറയാം. നുറാജിഉ തർജമത്ത ഉമർ ഇബ്നുൽ ഖത്താബ് വ നുക്മിലുൽ ബയാനാത്തി ഷഖ്സിയ. നുറാജിഉ, ലെറ്റസ് റിവ്യൂ. നമുക്കൊന്നുകൂടി നോക്കാം. തർജമ, ജീവചരിത്രം, ദ ബയോഗ്രഫി. ആരുടെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ. അത് നേരത്തെ നമ്മൾ വായിച്ചല്ലോ, അത് നമുക്കൊന്നുകൂടി വായിക്കാം.
വനുക്മിലു എന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അൽ ബയാനാത്ത് അഷഖ്സിയ, പേഴ്സണൽ ഡീറ്റെയിൽസ്. ബയാനാത്ത് എന്നാൽ ഡീറ്റെയിൽസ്, അഷഖ്സിയ പേഴ്സണൽ ഡീറ്റെയിൽസ്, അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. ആ വിവരങ്ങൾ ഇതാ ഇവിടെ പൂരിപ്പിക്കാൻ കൊടുത്തിരിക്കുന്നു. ഇതെവിടെ നോക്കിയാൽ കിട്ടും? ഇത് ആ പാരഗ്രാഫിൽ നോക്കിയാൽ കിട്ടും. എന്താ പൂരിപ്പിക്കേണ്ടത് നോക്കൂ. അൽ ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം. ഇസ്മ എന്നാൽ നെയിം, കാമിൽ എന്ന് പറഞ്ഞാൽ ഫുൾ നെയിം. അത് അതിൽ നോക്കി നമുക്ക് ഇവിടെ എഴുതണം. പിന്നെ അൽ ലഖബ്, സ്ഥാനപ്പേര്, നിക് നെയിം, അതിവിടെ എഴുതണം. ഇസ്മുൽ വാലിദ്, ഉപ്പയുടെ പേര്, അതിവിടെ എഴുതാം. പിന്നെ അതെന്താ, ഹന്തമത്തു ബിന്തു ഹാഷിം എന്നത് എന്തായിരിക്കും? അത് ഉമ്മയുടെ പേരായിരിക്കും അല്ലേ? ഉപ്പയുടെ പേര് കഴിഞ്ഞാൽ പിന്നെ ഉമ്മയുടെ പേരല്ലേ പറയാറുള്ളത്. ആമുൽ മീലാദ്, ഡേറ്റ് ഓഫ് അല്ല ഇയർ ഓഫ് ബർത്ത്. ആം എന്നാൽ ഇയർ, വർഷം. അൽ മീലാദ് ജനന വർഷം, ഇയർ ഓഫ് ബർത്ത്. അത് അതിലുണ്ട്, ആ പാരഗ്രാഫ് നോക്കി എഴുതാം. പിന്നെ അത് മക്കത്തുൽ മുക്കറമ എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും അത്? ജനിച്ച സ്ഥലമാണ് അല്ലേ? മക്കാനുൽ മീലാദ്, ജനിച്ച സ്ഥലം. അൽ മൻസിബ്, സ്ഥാനം, അദ്ദേഹം വഹിച്ച സ്ഥാനം എന്താണ്? പൊസിഷൻ, അത് നമുക്ക് എഴുതണം. പിന്നെ ആമുൽ ഇസ്തിഷ്ഹാദ്, ഇയർ ഓഫ് മാർട്ടിയർഡം, അദ്ദേഹം രക്തസാക്ഷിയായിട്ടുള്ള വർഷം ഏതാണ്? അതും ഇതിൽ നോക്കി എഴുതണം. നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എഴുതണം. അതെവിടെയുള്ളത്? ദ അബു ഹഫ്സ് ഉമർ ഇബ്നുൽ ഖത്താബ് അൽ ഖുറഷി. അത് അൽ ഇസ്മിൽ കാമിൽ എന്നതിന് നേരെ അത് എഴുതുക. ഓക്കെ. ഇനി രണ്ടാമത്തെ നോക്കാം. അൽ ലഖബ്, സ്ഥാനപ്പേരെന്താ? വലുഖിബ ബിൽ ഫാറൂഖ് എന്നല്ലേ? അപ്പോൾ ഈ ഫാറൂഖ് എന്നത് ലഖബ് എന്നെടുത്ത് നമ്മൾ എഴുതണം. ഓക്കെ. ഇനി ഇസ്മുൽ വാലിദ്, ഉപ്പയുടെ പേര് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ നോക്കിയാൽ തന്നെ കാണാം. ഇബ്നുൽ ഖത്താബ് എന്നല്ലേ? ഖത്താബിൻ്റെ മകൻ ഉമർ എന്നാണ്. അപ്പോൾ ഖത്താബ് എന്നാണ് ഉപ്പയുടെ പേര്. അപ്പോൾ ഇസ്മുൽ വാലിദ് എന്നതിൻ്റെ നേരെ അൽ ഖത്താബ് എന്ന് എഴുതണം അല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിൻ്റെ മകൻ ഉമർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഉപ്പയുടെ പേര് ഖത്താബ് എന്നാണ്, അത് ആ പേരിൽ തന്നെ നമുക്ക് കാണാം. പിന്നെ നോക്കൂ നിങ്ങൾ, ഹന്തമ ബിന്തു ഹാഷിം എന്നുള്ളത് ഉമ്മയുടെ പേരാ. ഇസ്മുൽ വാലിദത്ത് അല്ലെ? ഇസ്മുൽ വാലിദത്ത് എന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്, ഉമ്മയുടെ പേരാണ്. ആമുൽ മീലാദ്, ആമുൽ മീലാദ് എന്നാണ് ഇനിയുള്ളത്. ആമുൽ മീലാദ്, ജനിച്ച വർഷം. മീലാദ് ജനനം, ജനിച്ച വർഷം ഇതിലുണ്ടോ? ഇതിലില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ഇതാ മക്കത്തുൽ മുക്കറമ, അദ്ദേഹം മക്കയിൽ ആണ് ജനിച്ച സ്ഥലമാണ് പറയുക. അപ്പോൾ ആമുൽ മീലാദ്, മക്കാനുൽ മീലാദ് എന്നാണ് ഇനി എഴുതേണ്ടത് അല്ലേ? മക്കാൻ എന്നാൽ സ്ഥലം, മീലാദ് ജനന സ്ഥലം. അപ്പം മക്കാനുൽ മീലാദ്. പിന്നെ അദ്ദേഹം മൻസിബ് എന്നാൽ അദ്ദേഹം വഹിച്ച സ്ഥാനം. അദ്ദേഹം എന്ത് സ്ഥാനമാണ് വഹിച്ചത്? ഖലീഫ അല്ലെങ്കിൽ ഖിലാഫത്ത് അല്ലേ? ഖലീഫ. മൻസിബ് എന്നത് ഖലീഫ എന്നോ ഖിലാഫത്ത് എന്നോ എഴുതാം അവിടെ. ആമുൽ ഇസ്തിഷ്ഹാദ്, അദ്ദേഹം ഷഹീദായ വർഷം. അതേതാണ്? ഈ സനത്ത് അല്ലെ 23 ഹിജറ എന്ന് ഇവിടെ കണ്ടില്ലേ? അതാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ബോക്സിൽ, ഈ പാരഗ്രാഫിൽ ഇല്ലാത്തൊരു കാര്യം എന്താണ്? ആമുൽ മീലാദ്, ജനിച്ച വർഷം ഇതിൽ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് പറയാനുള്ളത് അടുത്ത വർക്ക്. നഖറഉ, നമുക്ക് വായിക്കാം. വനഫ്ഹമു, നമുക്ക് മനസ്സിലാക്കാം. ലെറ്റ് us read and understand. حكم عمر عادلا قضى حياته خادما للأمة عاش عمر شجاعا ومات شهيدا. നമ്മളിത് വായിക്കാനും വായിച്ച് ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത് നോക്കാനാണ് പറഞ്ഞത്. ഹക്കമ, ഭരിച്ചു. റൂൾഡ്. ഉമർ ഭരിച്ചു. എങ്ങനെയാണ് ഭരിച്ചത്? ആ ഭരണത്തിൻ്റെ അവസ്ഥ, അതിൻ്റെ രീതി എങ്ങനെയാണ്? ആദില, നീതിമാനായിട്ട്. ജസ്റ്റ്ലി, ഈ വേർഡ് കണ്ട ഇവിടെ കളറിൽ കൊടുത്തത്, അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ആ ഭരിച്ച അവസ്ഥ എങ്ങനെയാണ്? നീതിയോടെ അല്ലേ? അതിൻ്റെ ഹാലാണ്, അതിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. ആ ഭരണത്തിൻ്റെ അവസ്ഥ എങ്ങനെ, ഏത് രീതിയിലുള്ള ഭരണമാണ്? നീതിയോടെയുള്ള ഭരണം. നീതിയോടെ ഭരിച്ചു. ഉമർ റൂൾഡ് ജസ്റ്റ്ലി. ഇനി നോക്കൂ. ഖാല, അദ്ദേഹം ചെലവഴിച്ചു. ഹി സ്പെൻറ്റ് ഹയാത്തഹു, ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ചെലവഴിച്ചു. എങ്ങനെ, ഏതവസ്ഥയിലാണ്, ഏത് രീതിയിലാണ് അദ്ദേഹം തൻ്റെ ജീവിതം ചെലവഴിച്ചത്?
ഖാദിമൻ സേവകനായിക്കൊണ്ട്, ലിൽ ഉമ്മത്തി സമൂഹത്തിന് അല്ലെങ്കിൽ സമുദായത്തിന്, സമൂഹത്തിന് എന്ന് പറയാം. ഹീ സ്പെൻഡ് ഹിസ് ലൈഫ് സെർവിങ് ദ നാഷൻ, സേവിങ് ദ കമ്മ്യൂണിറ്റി, സേവിങ് ദ സൊസൈറ്റി. ഓക്കെ, ഉമ്മത്ത് എന്നാൽ കമ്മ്യൂണിറ്റി എന്ന അർത്ഥമുണ്ട്, നാഷൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ അദ്ദേഹം തൻ്റെ രാജ്യത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. അപ്പം ജീവിച്ച അവസ്ഥ എങ്ങനെയാണ്? ഖാദിമൻ സേവകനായിക്കൊണ്ട്. ആശ അദ്ദേഹം ജീവിച്ചു, ഹി ലിവ്ഡ്. ഉമർ ലിവ്ഡ് ഉമർ ജീവിച്ചു. ഷുജാൻ എങ്ങനെയാണ് ജീവിച്ചത്? ഷുജാൻ ധീരനായിക്കൊണ്ട്, ഒരു ഭീരുവായിക്കൊണ്ടല്ല അദ്ദേഹം ജീവിച്ചത്. ബ്രേവ്ലി ധീരനായിക്കൊണ്ട്, അല്ലേ? ഹി ലിവ്ഡ് ബ്രേവ്, ധീരനായിക്കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. വമാത്ത ആൻഡ് ഹി ഡൈഡ് എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്? ഏതവസ്ഥയിലാണ്? ഷഹീദൻ, ആസ് എ മാർട്ടിയർ, ഒരു ഷഹീദായിട്ട്, ഒരു രക്തസാക്ഷിയായിട്ടാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അവസ്ഥ, ഇതൊക്കെ ഈ വേർഡ്സൊക്കെ ആദിലൻ, ഖാദിമൻ, ഷുജാൻ, ഷഹീദൻ, ഇതൊക്കെ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന വേർഡ്സാണ്, അല്ലേ? അതുകൊണ്ട് ഈ വേർഡ്സിനെ നമ്മൾ ഇംഗ്ലീഷ് അറബിക്കിലെ ഗ്രാമറിൽ ഇതിന് ഹാല് എന്നാണ് പറയുക. ഹാല്. ഓക്കെ, ഈ ഹാൽ എന്ന ഈ വേർഡ്സ് അഥവാ ഈ ബ്ലൂ കളറിൽ കൊടുത്തതൊക്കെ ഹാലുകളാണ്. ഇതിൻ്റെയൊക്കെ അവസാനങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ആദിലൻ, ഖാദിമൻ, ഷുജാഅൻ, ഷഹീദൻ, അല്ലേ? ഈ അവസാനത്തെ ഈ അക്ഷരത്തിൽ നോക്കൂ നിങ്ങൾ, ഒക്കെ ഫത്ഹല്ലേ കൊടുത്തത്, അഥവാ നസ്ബല്ലേ? അതിന് നസ്ബ് എന്നാണ് പറയാം. ഓക്കെ, സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതൊക്കെ ഫത്ഹല്ലേ അവസാനമൊക്കെ. ആദിലുൻ എന്ന് ലൊമ്മാണോ കൊടുത്തത്? അല്ലല്ലോ, ഫത്ഹല്ലേ. ആദിലൻ, ഖാദിമൻ, ഷുജാഅൻ, ഷഹീദൻ. ഇങ്ങനെ ഈ ഹാല് പറയുന്ന വേർഡ്സിനൊക്കെ എന്തായിരിക്കും? നസ്ബായിരിക്കും, അഥവാ ഇതുപോലെ ഫത്ഹായിരിക്കും. ഫത്ഹായിരിക്കും എന്നല്ല പറയേണ്ടത്, അത് നസ്ബിൻ്റെ ഒരു അടയാളമാണ് ഫത്ഹ്. നസ്ബായിരിക്കുമെന്ന് നമുക്ക് ചുരുക്കി പറയാം. ഇനി ഇത് സംബന്ധമായിട്ടുള്ള ഒരു വർക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. നുക്മിലു ഹസബൽ മിസാൽ. നുക്മിലു നമുക്ക് പൂരിപ്പിക്കാം, കംപ്ലീറ്റ് ചെയ്യാം. ലെറ്റ് us കംപ്ലീറ്റ്. ഹസബ അനുസരിച്ച്, അക്കോർഡിംഗ് ടു. അൽ മിസാൽ എക്സാമ്പിൾ. ലെറ്റ് us കംപ്ലീറ്റ് അക്കോർഡിംഗ് ടു ദ എക്സാമ്പിൾ. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് അതുപോലെ നമുക്ക് താഴെയുള്ളത് പൂരിപ്പിക്കാം. ഷരിബത്തിൽ ബിന്തു അൽ മാ അബാരിദൻ. ഷരിബത്ത് കുടിച്ചു, അൽ ബിന്തു പെൺകുട്ടി കുടിച്ചു. പെൺകുട്ടി ആയതുകൊണ്ട് ആ ഷരിബത്ത് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഷരിബ എന്നാണ് പറയുക. ആൺകുട്ടിയാണെങ്കിൽ ഷരിബ എന്ന് പറയും, പെൺകുട്ടി ആയതുകൊണ്ടാണ് ഷരിബത്ത് എന്ന് പറഞ്ഞത്. ഷരിബത്തിൽ ബിന്തു പെൺകുട്ടി കുടിച്ചു അൽ മാ ആ വെള്ളത്തെ, അഥവാ വെള്ളം കുടിച്ചു. അപ്പോൾ കുടിച്ചപ്പോൾ ആ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണ്? ബാരിദൻ തണുത്ത അവസ്ഥയിൽ. അപ്പോൾ ആ കുടിച്ച നേരത്ത് വെള്ളത്തിൻ്റെ അവസ്ഥ പറയുകയാണ്, അതുകൊണ്ട് അത് ഹാലാണ്. അപ്പോൾ ബാരിദൻ എന്നാണ് പറയേണ്ടത്, ബാരിദുൻ എന്നല്ല, ബാരിദിൻ എന്നോ അല്ല, ബാരിദൻ. ദാലിൻ്റെ മുകളിൽ കണ്ടില്ലേ നിങ്ങൾ ഫതഹ് ഇട്ടത്? അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ നസ്ബാക്കി വേണം പറയാൻ. ബാരിദൻ എന്നത് ഹാലാണ്. ഹാൽ ഗ്രാമാറ്റിക്കലി അഥവാ ഗ്രാമറിൽ നമ്മൾ പറയുമ്പോൾ ബാരിദ് എന്ന വേർഡ് ഹാലാണ്, ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്, വെള്ളത്തിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ബറദ എന്ന വാക്കിൽ നിന്നാണ്, ബ്രാക്കറ്റിൽ കൊടുത്ത് കണ്ടില്ലേ ബറദ, ഈ ബറദ എന്ന വാക്കിൽ നിന്നാണ് ബാരിദൻ എന്ന വാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ദഹബൽ വലതു ഇലൽ മദ്രസത്തി. ദഹബ പോയി, അൽ വലതു ആൺകുട്ടി പോയി, ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക് പോയി. റാക്കിബൻ കയറിക്കൊണ്ട്, അൽ ഹാഫിലത്ത് ബസ് കയറിക്കൊണ്ട്. അപ്പം എങ്ങനെയാണ് സ്കൂളിലേക്ക് പോയത്? നടന്നുകൊണ്ടാണോ ബസ് കയറിയിട്ടാണോ? ആ പോയ അവസ്ഥയാണ് പറയുന്നത്. എങ്ങനെയാണ്? ബസ്സിൽ കയറിക്കൊണ്ട്. അപ്പോൾ റക്കിബ എന്നതിൽ നിന്നുണ്ടാക്കിയതാണല്ലേ റാക്കിബൻ. ഈ റാക്കിബൻ ആ പോയ അവസ്ഥ എങ്ങനെ പോയി, ആ അവസ്ഥ പറയുന്നതാണ് റാക്കിബൻ. അതിൻ്റെ അവസാനം റാക്കിബൻ എന്നാണ്, അഥവാ ബാഹിൻ്റെ മുകളിൽ ഫത്ഹാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നസ്ബാണ് എന്ന് പറയാം. അപ്പോൾ ഇത് ഹാലായതുകൊണ്ടാണ് അതിന് അങ്ങനെ നസ്ബ് ചെയ്തത്. അക്ബലത്തിൽ ഉമ്മു. അക്ബലത്ത് വന്നു, അല്ലെങ്കിൽ മുന്നിട്ട് വന്നു. അൽ ഉമ്മു ഉമ്മ വന്നു. എങ്ങനെ വന്നത്? മുസ്രിഅത്തൻ വേഗത്തിൽ. വന്ന അവസ്ഥ എങ്ങനെയാണ്? പതുക്കെ വന്നോ അല്ലോ വേഗം വന്നോ? വേഗത്തിൽ വന്നു, വളരെ വേഗത്തിൽ. അപ്പോൾ അതാണ് മുസ്രിഅത്തൻ. വന്ന അവസ്ഥ അതാണ്, നല്ല വേഗത്തിൽ.
അപ്പോൾ മുസ്സിരി അത്തൻ എന്നാണ്, താൻ ഇവിടെ തൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഹാലിനെ സൂചിപ്പിക്കുന്നു, വന്ന അവസ്ഥ. അസ്ര എന്ന വാക്കിൽ നിന്നാണ് മുസ്രിഅത്ത് എന്ന വാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, റജ മടങ്ങി, അല്ലാഇബു കളിക്കാരൻ മടങ്ങിയപ്പോൾ അയാളുടെ അവസ്ഥ എന്താ? ഫരിഹൻ സന്തുഷ്ടനായിട്ട്, ഹാപ്പി ആയിട്ട്. അപ്പോൾ ഫരിഹ എന്നതിൽ നിന്ന് ഹാല് ഉണ്ടാക്കിയതാണ്. അപ്പോൾ മടങ്ങിയപ്പോൾ അയാളുടെ അവസ്ഥ, അയാൾ മടങ്ങിപ്പോയപ്പോൾ അയാളുടെ അവസ്ഥ എന്താ? സന്തോഷവാനായിട്ട്. നാമ ഉറങ്ങി, അത്ഫുലു കുട്ടി ഉറങ്ങി. എങ്ങനെയാ ഉറങ്ങിയത്? ബുദ്ധിമുട്ടിയാണോ? ഉറങ്ങിയ അവസ്ഥ എങ്ങനെയാ? ഹാദിഅൻ ശാന്തനായിട്ട്. അപ്പോൾ ഉറങ്ങുമ്പോൾ ആ കുട്ടിയെ കണ്ടാൽ ആ കുട്ടിയുടെ അവസ്ഥ നമുക്ക് കാണാം, ശാന്തനായിട്ട് ആ കുട്ടി ഇങ്ങനെ ഉറങ്ങുകയാണ്. ഹദ എന്നതിൽ നിന്നാണ് ഹാദിഅൻ എന്ന വാക്കുണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ ഞാനിപ്പോൾ വട്ടത്തിലിട്ട ഈ പദങ്ങളൊക്കെ തന്നെ എന്താണ്? ഹാലുകളാണ്. അറിയാമല്ലോ, മനസ്സിലായില്ല എല്ലാവർക്കും? ഓക്കെ, ഹാലിന് നസ്ബായിരിക്കും, അഥവാ അതിൻ്റെ അവസാനം നിങ്ങൾ കണ്ടില്ലേ, ഫതഹ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. നുബ്ദത്തുൻ അൻ അദാലത്തി ഉമർ അൽ ഇജ്തിമാഇയ്യ. നുബ്ദത്തുൻ എ ഗ്ലിംസ്, അഥവാ ഒരു എത്തിനോട്ടം. ആൻ എബൌട്ട് സംബന്ധിച്ച്, എന്തിനെക്കുറിച്ച്? അദാലത്ത് നീതിയെക്കുറിച്ച്, അബൌട്ട് ദ ജസ്റ്റിസ്. ഉമറിൻ്റെ അൽ ഇജ്തിമാഇയ്യ സോഷ്യൽ സാമൂഹ്യ, ഉമറിൻ്റെ സാമൂഹ്യ നീതിയെക്കുറിച്ച് ഒരെത്തിനോട്ടം. എ ഗ്ലിംസ് ഓഫ് ഉമേഴ്സ് സോഷ്യൽ ജസ്റ്റിസ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നല്ല നീതിമാനായ ഭരണാധികാരിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിലേക്ക് നമുക്കൊന്ന് ഒരെത്തിനോട്ടം, അഥവാ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് നമുക്ക് നോക്കാം. വിശദമായിട്ട് പറയുന്നില്ല, വളരെ ചെറിയ തോതിൽ നമുക്ക് ചില ഉദാഹരണങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കാം. നോക്കൂ നിങ്ങൾ. അസ്ഖത്ത അൽ-ലരീബത അനിൽ ഫുഖറാഇ വൽ അജസതി. അസ്ഖത്ത അദ്ദേഹം ഒഴിവാക്കി, ഹി എക്സംപ്റ്റഡ്. അൽ-ലരീബത നികുതി, ടാക്സ്, അദ്ദേഹം ടാക്സ് ഒഴിവാക്കി. അനിൽ ഫുഖറാഇ ദ പുവർ, പാവപ്പെട്ടവരെ അദ്ദേഹം നികുതിയിൽ നിന്ന് ഒഴിവാക്കി. അതുപോലെ വൽ അജസതി വൃദ്ധരെയും, ഹി എക്സംപ്റ്റഡ് ദ പുവർ ആൻഡ് ദ എൽഡർലി ഫ്രം ടാക്സസ്. അദ്ദേഹം ദരിദ്രരെയും വൃദ്ധരെയും നികുതിയിൽ നിന്ന് ഒഴിവാക്കി. അല്ലേ, വളരെ നല്ലൊരു കാര്യമല്ലേ? ഫറല ലരീബത അല ഹസ്ബി മുസ്തവൽ മഈശ. ഫറല അദ്ദേഹം നിർബന്ധമാക്കി, അദ്ദേഹം ഏർപ്പെടുത്തി, നിർബന്ധമാക്കി. ഹി ഇമ്പോസ്ഡ് അൽ-ലരീബത ടാക്സ്, ഹി ഇമ്പോസ്ഡ് ടാക്സ്, അദ്ദേഹം നികുതി ചുമത്തി. അലാ ഹസ്ബി അനുസരിച്ചുകൊണ്ട്, അക്കോർഡിംഗ് ടു, അലാ ഹസ്ബി അനുസരിച്ച്, അഥവാ അക്കോർഡിംഗ് ടു, എന്തിനനുസരിച്ച് കൊണ്ട്? മുസ്തവ സ്റ്റാൻഡേർഡ്, ലെവൽ, അൽ മഈശ ജീവിത, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അഥവാ ജീവിത നിലവാരം അനുസരിച്ചുകൊണ്ട് അദ്ദേഹം നികുതി ചുമത്തി. അഥവാ പാവപ്പെട്ടവർക്ക്, അതിദരിദ്രരെ അദ്ദേഹം ടാക്സിൽ നിന്ന് ഒഴിവാക്കി. കുറച്ചൊക്കെ സാമ്പത്തികമുള്ളവർക്ക് കുറഞ്ഞ തോതിൽ അദ്ദേഹം നികുതി ചുമത്തി. വളരെ സമ്പത്തുള്ളവർക്ക്, കൂടുതലുള്ളവർക്ക് അദ്ദേഹം അതിനനുസരിച്ച് വലിയ തോതിൽ നികുതി ചുമത്തി. അപ്പോൾ അങ്ങനെ ജീവിത നിലവാരത്തിനനുസരിച്ചാണ് അദ്ദേഹം നികുതി ചുമത്തിയത്. ഫറദൽ ലരീബത്ത അദ്ദേഹം നികുതി ചുമത്തി. അല ഹസ്ബി അനുസരിച്ച്. മുസ്തബൽ മഈശ ജീവിത നിലവാരം, മുസ്തബ എന്ന് പറഞ്ഞാൽ നിലവാരം. ഹി ഇമ്പോസ്ഡ് ടാക്സസ് അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇനി നമ്മുടെ പുസ്തകത്തിലെ അവസാനത്തെ വർക്കാണ് നഖ്താറുൽ ജുമുഅ വൽ മുഫ്രദാതി മിനൻ നസ്വി വനക്തുബു. നഖ്താറു ലെറ്റസ് ചൂസ്, നമുക്ക് തിരഞ്ഞെടുക്കാം. അൽ ജുമുഅ ദി പ്ലൂരൽസ്, ലെറ്റസ് ചൂസ് ദ പ്ലൂരൽസ്, നമുക്ക് ബഹുവചനങ്ങളെ തിരഞ്ഞെടുക്കാം. വൽ മുഫ്രദാത്ത് ആൻഡ് സിംഗുലേഴ്സ്, സിംഗുലറുകളും പ്ലൂരൽസുമൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. മിനൻ നസ്വി ഫ്രം ദ ടെക്സ്റ്റ്, അഥവാ നമ്മൾ പാഠഭാഗത്ത് നിന്ന്. വനക്തുബു എന്നത് നമുക്ക് എഴുതാം. അപ്പോൾ ഒരു കോളത്തിൽ മുഫ്രദ് എന്ന് എഴുതിയിരിക്കുന്നു, അടുത്ത കോളത്തിൽ ജമ്മ് എഴുതിയിരിക്കുന്നു. അതുപോലെ ഇവിടെയും മുഫ്രദ് ജമ്മ്, അപ്പോൾ 2 കോളമാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് മുഫ്രദ് ഖുമാഷ്, അതിൻ്റെ ജമ്മ് നമ്മൾ കണ്ടെത്തി എഴുതണം. റആയ എന്നതിൻ്റെ ജം ആണ് കൊടുത്തത്, അതിൻ്റെ മുഫ്രദ് നമ്മൾ കണ്ടെത്തി എഴുതണം. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓക്കെ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഖുമാഷുൻ അതിൻ്റെ ജം അഖ്മിഷത്തുൻ എന്നാണ്. റഅയ്യത്തുൻ റആയ, സൗബുൻ സിയാബുൻ, യൗമുൻ അയ്യാമുൻ, ഖിത്അത്തുൻ ഖിത്അഉൻ,
ഖമീസുൻ ഖുംസാനുൻ, മിംബറുൻ മനാബിറുൻ, ഖലീഫത്തുൻ ഖുലഫാഉൻ. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ 6ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠം അവസാനിച്ചിരിക്കുകയാണ്. ഇനി 2ാമത്തെ ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.